റൂത്ത് അധ്യായം 2. നവോമിയുടെ ഭർതൃകുടുംബത്തിൽ ബോവാസ് എന്നു പേരായ ഒരു ധനികനുണ്ടായിരുന്നു. ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാലാ പെറുക്കട്ടെ എന്ന് മോവാബിയായ റൂത്ത് നവോമിയോട് ചോദിച്ചു. അവൾ പറഞ്ഞു, പൊയ്ക്കൊള്ളുക. റൂത്ത് വയലിൽ ചെന്ന് കൊയ്ത്തുകാരുടെ പിറകെ കാലാ പെറുക്കി. എലിമലേക്കിൻ്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിൻ്റെ വയലിലാണ് അവൾ എത്തിച്ചേർന്നത്. ബോവാസ് ബേത്ലഹേമിൽ നിന്ന് വന്നു. കർത്താവ് നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് അവൻ കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തു. കർത്താവ് അങ്ങേ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ പ്രത്യഭിവാദനം ചെയ്തു. കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ബോവാസ് ചോദിച്ചു, ആരാണ് ഈ യുവതി? നവോമിയോടൊപ്പം മോവാബിൽ നിന്ന് വന്ന മോവാബ്യ സ്ത്രീയാണ് ഇവൾ എന്ന് ഭൃത്യൻ മറുപടി നൽകി. വയലിൽ കാലാ പെറുക്കാൻ അനുവദിക്കണമേ എന്ന് അവൾ അപേക്ഷിച്ചു. രാവിലെ മുതൽ ഇതുവരെ വിശ്രമമില്ലാതെ കാലാ പെറുക്കുകയാണ്. അപ്പോൾ ബോവാസ് റൂത്തിനോട് പറഞ്ഞു, മകളെ, കാലാ പെറുക്കുവാൻ ഇവിടം വിട്ട് മറ്റു വയലുകളിൽ പോകേണ്ട. എൻ്റെ ദാസിമാരോട് കൂടെ ചേർന്നുകൊള്ളുക. അവർ കൊയ്യുന്നത് എവിടെയെന്ന് നോക്കി അവരെ പിന്തുടരുക. നിന്നെ ശല്യപ്പെടുത്തരുതെന്ന് ഭൃത്യന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ദാഹിക്കുമ്പോൾ അവർ കോരി വച്ചിട്ടുള്ള വെള്ളം കുടിക്കാം. അവൾ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ബോവാസിനോട് പറഞ്ഞു, അന്യനാട്ടുകാരിയായ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്ത് നന്മ ചെയ്തു? ബോവാസ് പറഞ്ഞു, ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം നീ അമ്മായിയമ്മയ്ക്ക് വേണ്ടി ചെയ്തതും മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അപരിചിതരായ ജനത്തിൻ്റെ ഇടയിൽ വന്നതുമെല്ലാം എനിക്കറിയാം. നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. അപ്പോൾ റൂത്ത് പറഞ്ഞു, യജമാനനെ, അങ്ങെന്നോട് വലിയ ദയയാണ് കാണിക്കുന്നത്. എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ല. എങ്കിലും ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്തു. ഭക്ഷണസമയത്ത് ബോവാസ് അവളോട് പറഞ്ഞു, വന്ന് ഭക്ഷണം കഴിക്കൂ. വീഞ്ഞിൽ മുക്കി അപ്പം ഭക്ഷിച്ചോളൂ. അങ്ങനെ അവൾ കൊയ്ത്തുകാരോടുകൂടെ ഇരുന്നു. അവൻ അവൾക്ക് മലർ കൊടുത്തു. അവൾ ഭക്ഷിച്ച് തൃപ്തയായി ബാക്കിയും വന്നു. അവൾ കാലാ പെറുക്കാൻ എഴുന്നേറ്റപ്പോൾ ബോവാസ് ഭൃത്യന്മാരോട് പറഞ്ഞു, അവൾ കറ്റകളുടെ ഇടയിൽ നിന്ന് ശേഖരിച്ചു കൊള്ളട്ടെ. അവളെ ശകാരിക്കരുത്. കറ്റകളിൽ നിന്ന് കുറേശ്ശെ വലിച്ചൂരി അവൾക്ക് പെറുക്കാനിടണം. അവളെ ശാസിക്കരുത്. അങ്ങനെ അവൾ സന്ധ്യ വരെ കാലാ പെറുക്കി. മെതിച്ചപ്പോൾ ഏകദേശം 1 ഏഫാ ബാർലി ഉണ്ടായിരുന്നു. അവൾ അതെടുത്തുകൊണ്ട് നഗരത്തിലേക്ക് പോയി താൻ ശേഖരിച്ച ധാന്യം അമ്മായിയമ്മയെ കാണിച്ചു. ബാക്കി വന്ന ആഹാരം അവൾക്ക് കൊടുക്കുകയും ചെയ്തു. അമ്മായിയമ്മ ചോദിച്ചു, എവിടെയാണ് ഇന്ന് നീ കാലാ പെറുക്കിയത്? എവിടെയാണ് ഇന്ന് നീ ജോലി ചെയ്തത്? നിന്നോട് കരുണ തോന്നിയ മനുഷ്യൻ അനുഗ്രഹീതനാകട്ടെ. താൻ ഇന്ന് ജോലി ചെയ്തത് ബോവാസിനോടുകൂടെയാണെന്ന് അവൾ അമ്മായിയമ്മയോട് പറഞ്ഞു. നവോമി മരുമകളോട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ് അവനെ അനുഗ്രഹിക്കട്ടെ. അവൾ തുടർന്നു, അവൻ നമ്മുടെ ബന്ധുവാണ്, ഉറ്റ ബന്ധു. റൂത്ത് പറഞ്ഞു, കൊയ്ത്ത് മുഴുവൻ തീരുവോളം വേലക്കാരോടുകൂടെ ഉണ്ടായിരിക്കണമെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നവോമി മരുമകളോട് പറഞ്ഞു, മറ്റു വയലുകളിൽ പോയി ശല്യമേൽക്കാനിടയാകാതെ നീ അവൻ്റെ ദാസിമാരോടുകൂടെ പോകുന്നതാണ് നല്ലത്. അങ്ങനെ ബാർലിയുടെയും ഗോതമ്പിൻ്റെയും വിളവെടുപ്പ് കഴിയുന്നതുവരെ അവൾ ബോവാസിൻ്റെ ദാസിമാരോട് ചേർന്ന് നിന്ന് കാലാ പെറുക്കി തൻ്റെ അമ്മായിമ്മയോടൊത്ത് ജീവിച്ചു. Chapter 2. Naomi had a prominent kinsman named Boaz of the clan of her husband Elimelech. Ruth the Moabite said to Naomi, Let me go and glean ears of grain in the field of anyone who will allow me that favor. Naomi said to her, Go, my daughter. And she went.
The field she entered to glean after the harvesters happened to be the section belonging to Boaz of the clan of Elimelech. Boaz himself came from Bethlehem and said to the harvesters, "The Lord be with you." And they replied, "The Lord bless you." Boaz asked the overseer of his harvesters, "Whose girl is this?" The overseer of the harvesters answered, "She is the Moabite girl who returned from the plateau of Moab with Naomi. She asked leave to gather the gleanings into sheaves after the harvesters, and ever since she came this morning she has remained here until now with scarcely a moment's rest." Boaz said to Ruth, "Listen, my daughter, do not go to glean in anyone else's field. You are not to leave here. Stay here with my women servants. Watch to see which field is to be harvested, and follow them. I have commanded the young men to do you no harm. When you are thirsty, you may go and drink from the vessels the young men have filled." Casting herself prostrate upon the ground, she said to him, "Why should I, a foreigner, be favored with your notice?" Boaz answered her, "I have had a complete account of what you have done for your mother-in-law after your husband's death. You have left your father and your mother and the land of your birth, and have come to a people whom you did not know previously. May the Lord reward what you have done. May you receive a full reward from the Lord, the God of Israel, under whose wings you have come for refuge." She said, "May I prove worthy of your kindness, my lord. You have comforted me, your servant, with your consoling words. Would indeed that I were a servant of yours." At mealtime Boaz said to her, "Come here and have some food. Dip your bread in the sauce." Then as she sat near the reapers, he handed her some roasted grain, and she ate her fill and had some left over. She rose to glean, and Boaz instructed his servants to let her glean among the sheaves themselves, without scolding her, and even to let drop some handfuls and leave them for her to glean without being rebuked. She gleaned in the field until evening, and when she beat out what she had gleaned, it came to about an ephah of barley, which she took into the city and showed to her mother-in-law. Next she brought out and gave her what she had left over from lunch. So her mother-in-law said to her, "Where did you glean today? Where did you go to work? May he who took notice of you be blessed." Then she told her mother-in-law with whom she had worked. "The man at whose place I work today is named Boaz," she said. "May he be blessed by the Lord, who is ever merciful to the living and to the dead," Naomi exclaimed to her daughter-in-law, and she continued, "He is a relative of ours, one of our next of kin. He even told me," added Ruth the Moabite, "that I should stay with his servants until they complete his entire harvest." "You would do well, my dear," Naomi rejoined, "to go out with his servants, for in someone else's field you might be insulted." So she stayed gleaning with the servants of Boaz until the end of the barley and wheat harvests.